ഹലോ എവ്രിവൺ. ഓർഗാനിക് കെമിസ്ട്രിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓർഗാനിക് കെമിസ്ട്രി ഇപ്പം കേരള സിലബസ് ആണെങ്കിലും CBSE ആണെങ്കിലും എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഓർഗാനിക് കെമിസ്ട്രി. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. സോ ഫസ്റ്റ് വൺ, ഇൻട്രൊഡക്ഷൻ ടു ഓർഗാനിക് കെമിസ്ട്രി. ഇൻട്രൊഡക്ഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് ഓർഗാനിക് കെമിസ്ട്രി, വാട്ട് ഈസ് ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ളതാണ് നമ്മൾ ഇതിൻ്റെ അകത്തിൽ നോക്കുക. അപ്പോൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുക അത് നമ്മൾ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇൻട്രൊഡക്ഷൻ ടു ഓർഗാനിക് കെമിസ്ട്രി. ഓക്കെ ഓക്കെ അപ്പോൾ ഇത് ഗ്രേഡ് 10 വെച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്യുക. പോകെ പോകെ പ്ലേ ലിസ്റ്റിൻ്റെ അവസാനം കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി, അപ്പോൾ കെമിസ്ട്രിയുടെ ഒരു ഫീൽഡാണ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്. ഓർഗാനിക്, നമ്മൾ ഈ ഓർഗാനിക് പച്ചക്കറി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ അല്ലേ? അതുമായിട്ട് ചെറിയ ബന്ധങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നതുകൊണ്ട് കെമിസ്ട്രിയിൽ ഒരു ബ്രാഞ്ച് തന്നെ ഉണ്ട്. ഓക്കെ, ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ട് കെമിസ്ട്രിയിൽ ഒരു ബ്രാഞ്ച് തന്നെ ഉണ്ട്. കാർബണിനെയും അതിൻ്റെ കോമ്പൗണ്ട്സിനെയും പറ്റി പഠിക്കുന്നതാണ് ഈ ഒരു ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി. കാർബണിനെയും അതിൻ്റെ കോമ്പൗണ്ട്സിനെയും. സോ ഓർഗാനിക് കെമിസ്ട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ദാറ്റ് ഡീൽസ് വിത്ത് കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ്. കാർബണിനെയും അതിൻ്റെ കോമ്പൗണ്ട്സിനെയും പറ്റി പഠിക്കുന്നതാണ് ഓർഗാനിക് കെമിസ്ട്രി. കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വരുന്നൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് കാർബണിനെ പറ്റി മാത്രം നമ്മളൊരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി തന്നെ ഉണ്ടായതെന്നല്ലേ? കാർബണിനെ പറ്റി പഠിക്കാൻ വേണ്ടി മാത്രം നമ്മൾ എന്തുകൊണ്ടാണ് ഒരു ബ്രാഞ്ച് ഉണ്ടാക്കിയത് കെമിസ്ട്രിയിൽ? ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി പീരിയോഡിക് ടേബിളിൽ ഒത്തിരി എലമെന്റ്സ് ഉണ്ടല്ലോ, ഏകദേശം 118 എലമെന്റ്സ് ഉണ്ട്. അതിൻ്റെ ഇതിൽ കാർബണിനെ പറ്റി എന്തുകൊണ്ടാണ് നമ്മൾ ഒരു ചാപ്റ്റർ നമ്മൾ ഗ്രേഡ് 10 പഠിക്കുക, അല്ലെങ്കിൽ 2 ചാപ്റ്റർ നമ്മൾ പഠിക്കാം. ഓക്കെ, അപ്പം അതിൻ്റെ റീസൺ കുറച്ച് 2-3 പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ കാർബൺ ആണല്ലോ, കാർബണിൻ്റെ വാലൻസി എന്ന് പറയുന്നത് 4ആണ്. ടെട്രാവാലൻ്റ് ആണ് കാർബൺ. അതാണ് ഒന്നാമത്തെ നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ടെട്രാവാലൻസി. കാർബൺ കുറച്ച് സ്പെഷ്യലാണ്. എന്തൊക്കെയാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്നാണ് നമ്മൾ ഇപ്പോൾ നോക്കുന്നത്. ടെട്രാവാലൻസി, അതാണ് ആദ്യത്തെ പോയിന്റ്. ടെട്രാവാലൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാർബണിൻ്റെ വാലൻസി എന്ന് പറയുന്നത് 4 ആയിരിക്കും. അപ്പം ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. ഇപ്പോൾ ഒരു ഓക്സിജൻ എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഓക്സിജൻ്റെ എത്രയാണ് 8 അല്ല ആറ്റോമിക് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ന്യൂക്ലിയസിനകത്ത് 8 പ്രോട്ടോൺസ് ഉണ്ടാവും, 8 ന്യൂട്രോൺസ് ഉണ്ടാവും. 8 ന്യൂട്രോൺസ് ഉണ്ടാവും. 8 പ്രോട്ടോൺസ് ഉണ്ടാവും, 8 ന്യൂട്രോൺസ് ഉണ്ടാവും. അപ്പോൾ അതിന് ചുറ്റും ഓർബിറ്റ്സിൽ 2 ഓർബിറ്റ് ഉണ്ടാവും. ഓർബിറ്റുകൾ ഒരുപാട് ഉണ്ടാവും, പക്ഷേ ഇലക്ട്രോൺസ് ഉണ്ടാവുക ആദ്യത്തെ 2 ഓർബിറ്റിലായിരിക്കും. ആദ്യത്തെ ഓർബിറ്റിൽ 2 ഇലക്ട്രോൺ, അടുത്ത ഓർബിറ്റിൽ 6 ഇലക്ട്രോൺ ആയിരിക്കും ഉണ്ടാവുക. 1 2 3 4 5 6 അല്ലേ? അപ്പോൾ ഏറ്റവും പുറമെ 6 ഇലക്ട്രോൺസ് ആണ് ഇതിനുള്ളത്. അപ്പോൾ ഇതിൻ്റെ വാലൻസി എത്ര ആയിരിക്കും? നമ്മൾ ഓക്സിജനെ പറ്റിയാണ് പറയുന്നത്. ഓക്സിജൻ. അപ്പം ഈ ഓക്സിജന്റെ വാലൻസി എന്ന് പറയുന്നത് 2 ആയിരിക്കും. കാര്യം എന്താ? വാലൻസി 2. എന്തുകൊണ്ടായിരിക്കും 2 വരിക? ഒരു 2 ഇലക്ട്രോണെ കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആവും. ഇതൊരു O2- അയോൺ ആയിട്ട് മാറും അല്ലേ? അപ്പോൾ ഇതിൻ്റെ വാലൻസി 2 ആണ്. അപ്പോൾ ഓക്സിജൻ എപ്പോഴും ശ്രമിക്കുക 2 ഇലക്ട്രോണെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങിക്കാനാണ് അല്ലേ? അതുകൊണ്ടാണ് ഇത് O2- എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 ഇലക്ട്രോൺസിനെ കൂടി വാങ്ങിച്ച് നെഗറ്റീവ് 2 ചാർജുള്ള -2 ചാർജ് ആയിട്ടുള്ള ഒരു ഓക്സിജൻ അയോണായിട്ട് മാറാനായിട്ടാണ് ഓക്സിജൻ ശ്രമിക്കുക. പക്ഷേ ഇപ്പം നമ്മൾ ലിഥിയം എടുത്തു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ സോഡിയം അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാലോ, ലിഥിയം 3 അല്ലേ? ഇപ്പോൾ 2 1 അല്ലേ? അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണ് ഉള്ളത്. അപ്പോൾ ആ 1 ഇലക്ട്രോണിനെ ആർക്കെങ്കിലും കൊടുത്തിട്ട് ലിഥിയം 1+ ആയിട്ട് മാറാനായിട്ടായിരിക്കും ലിഥിയം നോക്കുക. ഞാൻ വേണമെങ്കിൽ അതൊന്ന് വരച്ച് കാണിക്കാം. സിമ്പിളായിട്ട് വരയ്ക്കാം. അത് പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്. 3 പ്രോട്ടോൺസ് ഉണ്ട്, ഇത്രത്തോളം തന്നെ ന്യൂട്രോൺസ് ഉണ്ട്. ഇനി
2 ഷെല്ലായിരിക്കും ഉണ്ടാവുക. ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, അടുത്ത ഷെല്ലിൽ 1 ഇലക്ട്രോൺ അല്ലേ. ഇതാണ് ഒരു ലിത്തിയം ആറ്റം. ഇതാണ് ഒരു ലിത്തിയം ആറ്റം. ഇതിൽ ന്യൂട്രോൺസ് ഉണ്ട് കേട്ടോ, 3 ന്യൂട്രോൺസ് ഉണ്ട്. ഓക്കെ, അപ്പം ഈ ലിഥിയത്തിന് ഏറ്റവും പുറമേയുള്ള ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പോൾ ഈ 1 ഇലക്ട്രോണെ ആർക്കെങ്കിലും കൊടുത്തിട്ട് അതിൻ്റെ ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യാൻ, ഒക്റ്ററ്റ് എന്ന് പറയാൻ പറ്റില്ല, ഔട്ടർ മോസ്റ്റ് ഷെല്ല് കംപ്ലീറ്റ് ചെയ്യാനായിരിക്കും ലിഥിയം ശ്രമിക്കുക. അപ്പം ലിഥിയം ഫോം ചെയ്യുന്നത് ലിഥിയം 1+ ആയിരിക്കും. ലിഥിയം 1+ അയോൺ ആയിരിക്കും ഫോം ചെയ്യുക. മീൻസ് ലിഥിയം എപ്പോഴും 1 ഇലക്ട്രോണെ ആർക്കെങ്കിലും കൊടുക്കുകയായിരിക്കും ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ വാലൻസി എന്ന് പറയുന്നത് 1 ആയിരിക്കും. വാലൻസി 1. ആരെങ്കിലും ഇലക്ട്രോണിനെ വാങ്ങിക്കാനായിട്ട് അടുത്ത് വന്നു കഴിഞ്ഞാൽ, 1 ഇലക്ട്രോണിനെ വാങ്ങിക്കാനായിട്ട് അടുത്ത് വന്നു കഴിഞ്ഞാൽ ലിഥിയം എന്ത് ചെയ്യും? ആ 1 ഇലക്ട്രോണിനെ കൊടുക്കും. ആർക്കെങ്കിലും 2 എക്സ്ട്രാ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ഓക്സിജൻ എന്ത് ചെയ്യും? ആ 2 എക്സ്ട്രാ ഇലക്ട്രോൺസിനെ വാങ്ങിക്കും. അപ്പം ഇതാണ് ഇവർ രണ്ടുപേരും ചെയ്യാം. ഇനി നമുക്ക് കാർബണിൻ്റെ കേസ് എടുക്കാം. നമ്മൾ കാർബണിനെ പറ്റിയാണല്ലോ പഠിക്കുക. കാർബണിൻ്റെ കേസ് വരികയാണെങ്കിൽ, ഇപ്പം നമ്മൾ കാർബണിൻ്റെ ഒരു അറ്റോമിക് സ്ട്രക്ചറോ വരയ്ക്കുകയാണെങ്കിൽ കാർബണിന് 6 പ്രോട്ടോൺ ആയിരിക്കും ഉള്ളത്. 6 പ്രോട്ടോൺ, 6 ന്യൂട്രോൺ. ഇനിയും അതിന് ചുറ്റും ഓർബിറ്റിൽ അത്രത്തോളം തന്നെ ഇലക്ട്രോൺസ് ഉണ്ട്. ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് അല്ലേ. 1 2 3 4. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി, ഇതെന്തായിരിക്കും ചെയ്യുക? ഈ കാർബൺ എന്തായിരിക്കും ചെയ്യുക? കാർബണിന്റെ വാലൻസി എത്രയായിരിക്കും? 4 ഇലക്ട്രോൺ അല്ലേ ഉള്ളത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ. അപ്പോൾ ഇലക്ട്രോണിന് കുറേ പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്നുകിൽ 4 ഇലക്ട്രോൺ അധികമായിട്ട് കയ്യിലുള്ള ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ആ ഇലക്ട്രോൺസിനെ വാങ്ങിക്കും. എന്നിട്ട് 4 ഇലക്ട്രോൺസും കൂടെ ചേർത്തിട്ട് 8 ഇലക്ട്രോൺസ് ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യും. ഇനി 4 ഇലക്ട്രോൺ ആവശ്യമുള്ള ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കാർബൺ എന്ത് ചെയ്യും? ആ ഇലക്ട്രോൺസിനെ കൊടുക്കും. മോസ്റ്റ്ലി കോവാലന്റ് ബോണ്ട്സ് ആണ് ഫോം ചെയ്യുക. ഷെയറിങ് ആയിരിക്കും ഉണ്ടാവുക. മൊത്തത്തിൽ കൊടുക്കില്ല, ഷെയർ ചെയ്യും ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പോൾ കാർബണിന്റെ വാലൻസി എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ ഈ 4ന്റെ പ്രത്യേകത എന്താണ്? ആരെങ്കിലും വന്ന് എക്സ്ട്രാ ഇലക്ട്രോൺസ് ഉള്ളവർ വന്നു കഴിഞ്ഞാൽ അത് വാങ്ങിക്കുകയും ചെയ്യാം. ഇനിയും ഇലക്ട്രോൺ ആവശ്യമുള്ളവർ വന്നു കഴിഞ്ഞാൽ ഇലക്ട്രോൺസിനെ കൊടുക്കുകയും ചെയ്യാം. അപ്പം ഒത്തിരി ആൾക്കാരുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി കാർബണിനുണ്ട്. അതുകൊണ്ടാണ് കാർബൺ ഇത്രത്തോളം കോമ്പൗണ്ട്സിനെ ഉണ്ടാക്കുക. ഇനിയും കാറ്റനേഷൻ എന്ന് പറഞ്ഞ വേറൊരു പ്രോപ്പർട്ടി ഉണ്ട്. കാറ്റനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയിനായിട്ട് ആറ്റംസ് ബോണ്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ കാറ്റനേഷൻ എന്ന് പറയാം. അപ്പോൾ അതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി, കാറ്റനേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റംസ് ഒന്നിന് പുറമെ ഒന്നായിട്ട് ഓരോ ചെയിനായിട്ട് ബോണ്ട് ഫോം ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട് കാർബൺ. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പ്രോപ്പർട്ടി, ഒത്തിരി കോമ്പൗണ്ട്സ് ഉണ്ടാക്കാനുള്ളത്. ഇനിയും ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ കേസ് നോക്കുകയാണെങ്കിൽ, മൂന്നാമത്തെ ഒരു സംഭവം എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി എടുത്ത് നോക്കുകയാണെങ്കിൽ കാർബണിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് 2.55 ആണ്. ഓക്കെ, അപ്പം 0 തൊട്ട് 4 വരെയുള്ള റേഞ്ചിലാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി പറയാം. ഫ്ലൂറിനാണ് ഏറ്റവും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ ആറ്റം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൂറിൻ ആരുടെയിൽ ഇലക്ട്രോൺ എക്സ്ട്രാ ഉണ്ടെങ്കിലും ഫ്ലൂറിന് അത് വാങ്ങിക്കാൻ പറ്റും. ഫ്ലൂറിൻ്റെ ഇലക്ട്രോണെ കൊടുക്കാനുള്ള കഴിവറാണ്, പക്ഷേ ഫ്ലൂറിന് ഇലക്ട്രോണെ വാങ്ങിക്കാൻ ഭയങ്കര കഴിവാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ആയിരിക്കും ഏറ്റവും കൂടുതലുള്ളത്. അത് 4 ആണ്. ഇപ്പോൾ 2.55 എന്ന് പറയുന്നത് ഏകദേശം ഒരു മിഡ് റേഞ്ചിലാണ് വരിക അല്ലേ. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏകദേശം മിഡ് റേഞ്ചിലാണ് വരിക. അപ്പം ഇത് കാരണം ഇലക്ട്രോണെ ഷെയർ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി എന്തിനുണ്ട്? കാർബണിനുണ്ട്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് കാർബൺ ഇഷ്ടം പോലെ കോമ്പൗണ്ട്സിനെ ഫോം ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം കാർബൺസിന് ഇഷ്ടം പോലെ തൗസൻഡ്സ് ഓഫ് കോമ്പൗണ്ട്സ് ഉണ്ട്. അപ്പം ഈ ഇത്രത്തോളം കോമ്പൗണ്ട്സിനെ പഠിക്കാനായിട്ട് നമുക്കൊരു കെമിസ്ട്രിയിൽ ഒരു ബ്രാഞ്ച് തന്നെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതിനെ പഠിക്കാനായിട്ട് നമ്മൾ അതിനാദ്യം പേരിടണം അല്ലേ. പേരിട്ടിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം അതിനൊരു പേരിടണം, പിന്നെ അത് നമ്മളുള്ള റിയാക്ഷൻസ് പഠിക്കണം. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പോവുക. അപ്പം ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൻ്റെ അകത്ത് നമ്മൾ പഠിക്കുക. അപ്പം ഗ്രേഡ് 10 നമ്മൾ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ പഠിക്കുന്നുള്ളൂ. കുറേ കാർബൺ കോമ്പൗണ്ട്സിന് നമ്മൾ പേരിടും, ഹൈഡ്രോ കാർബൺസിന് പേരിടും. പിന്നെ നമ്മൾ കുറേ
റിയാക്ഷൻസ് പഠിക്കും ഓർഗാനിക് കെമിസ്ട്രിയുടെ, കാർബണിൻ്റെ തന്നെ കുറച്ച് റിയാക്ഷൻസ് പഠിക്കും. ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ അതിൽ പഠിക്കുക.